നമസ്കാരം. 10th ഫിസിക്സിലെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻ ഡെയിലി ലൈഫ് ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം എക്സാമിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ഇതാണ്. അപ്പോൾ കൂടുതൽ മാർക്സ് ക്വസ്റ്റ്യൻസും ഇതിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുക. സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക, എഴുതിയെടുക്കുക, പഠിക്കുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. Whenever the magnetic flux linked with a closed circuit changes, an EMF is induced in the circuit. ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കുമ്പോൾ ചാലകത്തിൽ EMF പ്രേരണം ചെയ്യപ്പെടുന്നു. ഈ പ്രതിഭാസം വാട്ട് ഈസ് ദിസ് ഫിനോമിനൻ, ഇത് ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട് ഇല്ലേ? അപ്പോൾ തന്നെ പ്രേരിത EMFന്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF ഇല്ലേ? ഇതാണല്ലോ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് ഫിനോമിന പറയുന്ന പേര്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനെ സ്വാധീനിക്കുന്ന EMFന്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? നമ്പർ ഓഫ് ടേൺസ് അല്ലേ? നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റ് ഉണ്ട്, അതുപോലെ സ്പീഡ് ഓഫ് ദി റിലേറ്റീവ് മോഷൻ. കേട്ടോ, എഴുതിയെടുക്കട്ടെ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് ഈ ഫിനോമിന പറയുന്ന പേര്, അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഒബ്സർവ് ദ സർക്യൂട്ട് ഗിവൺ ബിലോ. ഇവിടെ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട് അല്ലേ? ഒരു റെസിസ്റ്റർ ഉണ്ട്, ഒരു ഗാൽവനോമീറ്റർ ഉണ്ട്, ഒരു സെല്ല് കണക്ട് ചെയ്യുന്ന ഒരു സ്വിച്ചും ഉണ്ട് അല്ലേ? വാട്ട് ടൈപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് ഇൻ ദ സർക്യൂട്ട്? ഈ സർക്യൂട്ടിൽ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ഏതുതരം വൈദ്യുതിയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതുതരം വൈദ്യുതിയാണ് ഇവിടെ? നമ്മുടെ സെല്ലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? സെല്ലാകുമ്പം ഏത് തരത്തിലുള്ള വൈദ്യുതിയാണ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത്? DC ഇല്ലേ? DC ഇല്ലേ? ഡയറക്റ്റ് കറണ്ട് ആണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. റൈറ്റ് ടു ഡിവൈസസ് ദാറ്റ് വർക്ക്സ് യൂസിങ് ദിസ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന രണ്ട് ഡിവൈസിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. DC ഇല്ലേ? നമുക്കറിയാം എന്തൊക്കെയാണ് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാറ്ററി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഫോൺ പറയാം അല്ലേ? മൊബൈൽ ഫോൺ ഉണ്ട്, പിന്നെന്താണ് വേറെന്തൊക്കെ പറയാം? ടോർച്ച് പറയാം ഇല്ലേ? ടോർച്ചിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ബാറ്ററി അല്ലേ ഉപയോഗിക്കുന്നത്. അതുപോലെ ലാപ്ടോപ്പ് അല്ലേ? അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ഡിവൈസുകളുണ്ട്. ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. സെന്റേഴ്സ് വിച്ച് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ഓൺ എ ലാർജ് സ്കെയിൽ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ആർ പവർ സ്റ്റേഷൻസ്. പവർ സ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാർജ് സ്കെയിലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളെയാണ് പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, വിതരണത്തിനായിട്ട്. ദെൻ വാട്ട് ഫ്യൂൽസ് ആർ യൂസ്ഡ് ഇൻ തെർമൽ പവർ സ്റ്റേഷൻ? തെർമൽ പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന എന്താണ് ഫ്യൂവൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് തെർമൽ പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ എന്ന് പറഞ്ഞിരിക്കുന്നത്? CNG ഇല്ലേ? CNG ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൾ ഇല്ലേ? കോൾ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ അടുത്ത എന്താണ്? വാട്ട് ഈസ് എനർജി ചേഞ്ച് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ എ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ? ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ നടക്കുന്ന എനർജി ചേഞ്ച് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ആണ്. അപ്പം എന്ത് എനർജിയാണ്? ന്യൂക്ലിയർ എനർജിയാണ് അല്ലേ? ന്യൂക്ലിയർ എനർജി എന്ത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് അല്ലേ? ന്യൂക്ലിയർ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് ആർ പവർ സ്റ്റേഷൻസ് ദാറ്റ് ജനറേറ്റ് ഇലക്ട്രിസിറ്റി ഫ്രം വാട്ടർ അല്ലേ? വൈദ്യുതി ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. റൈറ്റ് ദ എനർജി ട്രാൻസ്ഫോർമേഷൻസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ എ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ നടക്കുന്ന എനർജി ട്രാൻസ്ഫോർമേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? നമുക്കറിയാം വെള്ളം എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുവാണെന്നില്ല. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അവിടുത്തെ എനർജി ഏതാണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. പിന്നെ അതെങ്ങനെയാണ്? അത് മൂവ് ചെയ്യും ഇല്ലേ? താഴോട്ട് ഹൈറ്റിൽ താഴോട്ട് വിടുമല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുമ്പോൾ അവിടെ കൈനറ്റിക് എനർജി കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ പിന്നെന്താണ്? കൈനറ്റിക് എനർജി ഉപയോഗിച്ചിട്ട് മെക്കാനിക്കൽ ടർബൈൻസ് കറക്കും, മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ആ ടർബൈൻ കറക്കുന്ന ഫലമായിട്ട് എന്താണ്? ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ സ്റ്റോർ ചെയ്ത് നിൽക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജിയാണ്, പിന്നെ മൂവ് ചെയ്യുന്നുണ്ട്, ഫ്ലോ ചെയ്യുന്നു, അതായത് കൈനറ്റിക് എനർജി, പിന്നെ ടർബൈൻ കറങ്ങുന്നുണ്ട്, പിന്നെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നു. ദെൻ അടുത്ത എന്താണ്? വാട്ട് ആർ ദ 2 ഇമ്പോർട്ടൻറ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ 2 ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. മൂലമറ്റം പറയാം, പള്ളിവാസലും, അതുപോലെ തന്നെ മൂലമറ്റം പറയാം, പള്ളിവാസലൊക്കെ പറയാം കേട്ടോ. നോക്കൂ കേട്ടോ. എനർജി കൺവേർഷൻ, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, മെക്കാനിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജിയാണ് 2 ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. പ്രധാനമായിട്ടും കേരളത്തിലുണ്ടല്ലേ? മൂലമറ്റത്തുണ്ട്, പള്ളിവാസല്, പിന്നെ തെഹ്രി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ഡൗൺ ദ മെത്തേഡ്സ് ടു മിനിമൈസ് എനർജി ലോസ് വൈൽ ട്രാൻസ്മിറ്റിംഗ് ഇലക്ട്രിസിറ്റി ഓവർ ലോങ് ഡിസ്റ്റൻസ് ത്രൂ
കണ്ടക്ടിങ് വയേഴ്സ്. അതായത് കണ്ടക്ടിങ് വയേഴ്സ് വഴി ഇല്ലേ വൈദ്യുതി ദീർഘദൂരം കണ്ടക്ടിങ് വയേഴ്സ് വഴി ചാലകങ്ങളിലൂടെ പ്രേഷണം ചെയ്യുമ്പോൾ നേരിടുന്ന ഊർജ്ജം ഇല്ലേ, ഊർജ്ജം എങ്ങനെയാണ് അവിടെ നഷ്ടപ്പെടുന്നുണ്ടല്ലോ, ഊർജ്ജ നഷ്ടം പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചതാണല്ലേ. അപ്പോൾ അതിനുവേണ്ടി ഊർജ്ജ നഷ്ടം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ എന്താണ്? ലോ റെസിസ്റ്റിവിറ്റി ഉള്ള സ്യൂട്ടബിൾ മെറ്റീരിയൽ ഉപയോഗിക്കുക. ലോ റെസിസ്റ്റിവിറ്റി ആയിട്ടുള്ള സ്യൂട്ടബിൾ മെറ്റീരിയൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുക അല്ലേ, ഇൻക്രീസ് വോൾട്ടേജ് ആൻഡ് ഡിക്രീസ് കറണ്ട് വിത്തൗട്ട് ചേഞ്ചിങ് പവർ അല്ലേ. പവറിന് മാറ്റമൊന്നും ഇല്ലാതെ നമ്മൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തിട്ട് കറണ്ട് കുറയ്ക്കുന്നുണ്ട്. മനസ്സിലായല്ലോ. അപ്പം ഈ രണ്ട് മെത്തേഡ് വഴി നമുക്ക് ദീർഘദൂരങ്ങളിലേക്ക് എങ്ങനെയാണ് പവർ നഷ്ടമൊന്നുമില്ല അല്ലെങ്കിൽ എനർജി ലോസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഇലക്ട്രിസിറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ട്രാൻസ്ഫോമർ ചേഞ്ച് AC വോൾട്ടേജ് വിത്തൗട്ട് ചേഞ്ച് ഇൻ പവർ ഇല്ലേ. ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫോമർ നമുക്കറിയാം പവറിന് വ്യത്യാസമൊന്നുമില്ല, പവറിന് വ്യത്യാസം വരുത്താതെ വോൾട്ടേജ് ഉയർത്തുന്നതിന് സഹായിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ? ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് അല്ലേ. ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ കേട്ടോ. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. Then, in which type of transformer will the secondary current lower than the primary current? Secondary current കേട്ടോ, secondary current IS, secondary current എന്ന് വെച്ചാൽ lower than the primary current, primary currentനേക്കാളും കുറവായിരിക്കുന്നത്. primary current ആണ് കൂടുതൽ. അത് ഏത് തരത്തിലുള്ള ട്രാൻസ്ഫോമർ ആണ്? ഓർക്കോട്ടെ, കറണ്ടിന്റെ കാര്യമാണ് വരുന്നത്. അപ്പോൾ സെക്കൻഡറി കറണ്ട് പ്രൈമറിക്കാളും കുറഞ്ഞിരിക്കുന്ന ഏത് തരത്തിലുള്ള ട്രാൻസ്ഫോമർ ആണ്? സ്റ്റെപ്പ് ഏതാണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിലാണ് കേട്ടോ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിലാണ് എങ്ങനെയാണ് സെക്കൻഡറിയിലത്തെ കറണ്ട് കുറവ്. പക്ഷേ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന് AC വോൾട്ടേജ് എങ്ങനെയാണ്? സെക്കൻഡറിയിൽ കൂടുതലാണ്. അത് ഓർത്തണം കേട്ടോ. വോൾട്ടേജ് സെക്കൻഡറിയിൽ കൂടുതലാണ് സ്റ്റെപ്പ് അപ്പിന്, പക്ഷെ കറണ്ട് എങ്ങനെയാണ്? കുറവാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ഇൻക്രീസിംഗ് ദ വോൾട്ടേജ് ഓഫ് ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് അറ്റ് 11 kV അറ്റ് ദ പവർ സ്റ്റേഷൻസ് ടു 220 kV based on the Joule's law. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ കണ്ടായിരുന്ന പവർ സ്റ്റേഷനിൽ ജനറേറ്റ് ചെയ്യാൻ എത്രയാണ്? 11 kV ആണ്. അതെന്താണ്? പിന്നെ നമ്മൾ 220 kV ആയിട്ട് ഉയർത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉയർത്തുന്നതിന്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജൂൾ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണ്? 11 kV നമ്മൾ എത്രയാക്കുന്നുണ്ട്? 220 kV ആക്കുന്നുണ്ട് ഇല്ല. അത് ജൂൾസ് ലോയുടെ ബേസിലാണ്. 11 kV ആണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് അറിയാം. അതിനെ നമ്മൾ 220 kV ആക്കി മാറ്റുന്നത് ജൂൾസ് ലോയുടെ ബേസിലാണ്. കാരണം എന്താണ്? എനർജി ലോസ് വരും ഇല്ല, ട്രാൻസ്മിഷൻ ലോസ് വരും ഇല്ല. ട്രാൻസ്മിഷൻ ലോസ് വരാൻ കാരണമുണ്ട്. നമ്മുടെ ജൂൾസ് ലോയുടെ ഇക്വേഷൻസ് H=I²RT എന്നാണ് വരുന്നത് ഇല്ലേ. H=I²RT എന്നാണ് വരുന്നത്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? കറണ്ടിന്റെ സ്ക്വയർ ആവും അല്ലെ, കറണ്ടിന്റെ സ്ക്വയർ അവിടെ വരുന്നുണ്ട്. അപ്പൊ എന്താണ്? ഹീറ്റ് ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ വോൾട്ടേജ് കൂട്ടും ഇല്ലേ. വോൾട്ടേജ് കൂട്ടുമ്പോൾ എന്താണ്? കറണ്ടിന് എന്ത് സംഭവിക്കുന്നുണ്ട്? കറണ്ട് അവിടെ കുറയും ഇല്ലേ. വോൾട്ടേജ് കൂട്ടി, ഇവിടെ നമ്മൾ വോൾട്ടേജ് കൂട്ടിയപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇവിടെ നമ്മൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കറണ്ട് കുറയും. അപ്പോൾ കറണ്ട് കുറയുമ്പോൾ എന്താണ്? ഈ ഇക്വേഷൻ അനുസരിച്ചിട്ട് ഇവിടുത്തെ ട്രാൻസ്മിഷൻ ലോസ് ഇല്ലേ, H=I²RT അല്ല, അതനുസരിച്ചിട്ട് ട്രാൻസ്മിഷൻ ലോസും അവിടെ കുറയും. അതായത് ഹീറ്റ് ലോസ് കേട്ടോ കുറയും. അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദ വോൾട്ടേജ് ഓഫ് ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് അറ്റ് 11 kV is increased to 220 kV ഫോർ ട്രാൻസ്മിഷൻ. ഇതിന് കാരണം എന്താണ്? അക്കോർഡിംഗ് ടു ജൂൾസ് ലോ അനുസരിച്ചിട്ട് എങ്ങനെയാണ്? എനർജി ലോസ് ഇൻ ട്രാൻസ്മിഷൻ ലൈൻ ഈസ് പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദി കറണ്ട് അല്ലേ. കറണ്ടിന്റെ സ്ക്വയറിന് പ്രപ്പോർഷണൽ ആണ് ഇല്ലേ. അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് ആണ് ഉണ്ടാകുന്ന എനർജി ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ അതിനെ പരിഹരിക്കാനായിട്ട് എന്താണ് ചെയ്യുന്നത്? ബൈ ഇൻക്രീസിങ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? കറണ്ട് അവിടെ കുറയും ഇല്ലേ. കറണ്ട് കുറയും. അവിടെ പവറിന് വ്യത്യാസമൊന്നും ഉണ്ടാവോ? P=V/I എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ പവറിന് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ വോൾട്ടേജ് അല്ലെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനെ വേണമെങ്കിൽ V=P/I എന്ന് എഴുതാമല്ലോ. V=P/I എന്ന് എഴുതാം. അപ്പൊ ഈ പവറിന് ഇവിടെ വ്യത്യാസമൊന്നും വരുമല്ല. പവറിന് വ്യത്യാസമൊന്നും ഇല്ലാതെ വരുമ്പോൾ എന്താണ്? വോൾട്ടേജ് കൂട്ടിക്കഴിയുമ്പോൾ കറണ്ട് എന്താണ്? കുറയും ഇല്ലേ. കറണ്ട് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ H=I²RT ഇല്ലേ. അതനുസരിച്ചിട്ട് ഹീറ്റ് ലോസും അവിടെ കുറയും കേട്ടോ. ദ കറന്റ് ഡിക്രീസസ് ഫോർ ദ സെയിം പവർ ട്രാൻസ്മിഷൻ റെഡ്യൂസിങ് എനർജി ലോസ് ആസ് ഹീറ്റ് ഇൻ ദ ലൈൻസ്. എനർജി ലോസ് ഹീറ്റ് ആണ്. അപ്പോൾ ലൈനിലുണ്ടാകുന്ന ഹീറ്റ് ലോസ് അവിടെ റെഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് ആൻസർ. Next question. A safety fuse is a device that works based on the heating effect of electricity. Safety fuse എന്ന് പറഞ്ഞാൽ ഓർത്തണം കേട്ടോ. എന്തിൽ പ്രവർത്തിക്കുന്നതാണ്? ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസിന്റെ പേര് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? സേഫ്റ്റി ഫ്യൂസ് പറയാം
ഇനി വിച്ച് ആർ ദ സിറ്റുവേഷൻസ് ദാറ്റ് കുഡ് ലീഡ് ടു എക്സസീവ് കറന്റ് കോസിങ് ദ ഫ്യൂസ് വയർ ടു മെൽറ്റ്. അതായത് എക്സസീവ് കറണ്ട് വന്നിട്ട് ഫ്യൂസ് വയർ മെൽറ്റ് ആവുന്നുണ്ട്. അപ്പോൾ മെൽറ്റ് ആവുന്ന ആ സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്, എപ്പോഴൊക്കെയാണ്? ഓവർലോഡിങ് വരും ഇല്ലേ, ഓവർലോഡിങ് വരും. അതുപോലെ തന്നെ എങ്ങനെയാണ് ഓവർലോഡിങ്ങും ഷോർട്ട് സർക്യൂട്ടും ഇല്ലേ, ഓവർലോഡിങ് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് മൂലം എന്താണ് എക്സസ് കറണ്ട് വരും. അതിന്റെ ഫലമായിട്ട് ഫ്യൂസ് വയർ മെൽറ്റ് ആവും. ഇനി വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫ്യൂസ് വയർ ഷുഡ് ഹാവ്. ഫ്യൂസ് വയറിന് ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എന്തൊക്കെയാണ്? ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കണം. ലോ മെൽറ്റിംഗ് പോയിന്റ് എങ്ങനെയാണ്? കുറവായിരിക്കണം. അതുപോലെ തന്നെ ഫ്യൂസ് വയർ എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അലോയി ഓഫ് ഇല്ലേ, ഇറ്റ്സ് ആൻ അലോയി ഓഫ് അലോയി കേട്ടോ, ആൻ അലോയി ഓഫ് ടിൻ ആൻഡ് ലെഡ്. ടിന്നിന്റെയും ലെഡിന്റെ ഒരു അലോയി ആണ് ഫ്യൂസ് വയർ. അതിന് ലോ മെൽറ്റിംഗ് പോയിന്റും ഉണ്ടായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഹൗ ദ 3-pin plug ensures safety in household electrification. നമ്മുടെ ഗ്രഹവൈദ്യുതീകരണത്തിൽ എങ്ങനെയാ 3-pin കൊടുക്കാറുണ്ടല്ലേ, 3-pin എങ്ങനെയാണ് നമുക്ക് സേഫ്റ്റി എൻഷുർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 3-pin എന്തൊക്കെയാണുള്ളത്, 3-pin ഇല്ലേ, 3-pin എന്തൊക്കെയാണുള്ളത്? 3 പിൻ ഉണ്ട്. ഏതൊക്കെയാണ്? എർത്ത് ലൈൻ ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്, ഫേസും ഉണ്ട് അല്ലേ, 3 ലൈൻ ഉണ്ട്. ഈ എർത്ത് ലൈൻ എങ്ങനെയാണ്? മെറ്റൽ ബോഡിയിലേക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അല്ലേ, എന്നിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്, ഗ്രൗണ്ടിലേക്ക് പോകുന്നുണ്ട്. ഉപകരണത്തിന്റെ അപ്ലയൻസിന്റെ മെറ്റൽ ബോഡിയിലേക്ക് കണക്ട് ചെയ്തിട്ട് അത് പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ എന്തേലും കണക്ഷൻ അല്ലെങ്കിൽ ഫെയിലർ വന്നിട്ട് ഈ ഫേസ് ലൈൻ ഈ എന്താണ് ഇതുമായിട്ട് കോണ്ടാക്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇല്ലേ, കോണ്ടാക്ട് മെറ്റൽ ബോഡിയായിട്ട് കോണ്ടാക്ട് വരുവാണെന്നുണ്ടെങ്കിൽ എർത്തിലേക്ക് അത് പൊയ്ക്കോളും. അപ്പോൾ സേഫ് ആയിട്ടിരിക്കും. മനസ്സിലാവുന്നല്ലോ? അങ്ങനെയാണ് നമ്മൾ 3-pin പ്ലഗ് അവിടെ നമുക്ക് സേഫ്റ്റി എൻഷുർ ചെയ്യുന്നു. 3-pin പ്ലഗിൽ പ്രധാനമായിട്ട് എർത്ത് പിൻ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പം സേഫ് ആയിട്ട് എർത്തിലേക്ക് എന്തെങ്കിലും എക്സസ് കറണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ട് അത് എർത്തിലേക്ക് പൊയ്ക്കോളും. നോക്കട്ടോ, 3-pin plug has 3 wires. അതൊക്കെയാണ് ലൈവ്, ന്യൂട്രൽ ആൻഡ് എർത്ത്. ദ എർത്ത് പിൻ കണക്ട്സ് ദ മെറ്റൽ ബോഡി ഓഫ് ആൻ അപ്ലയൻസസ് ടു ദ ഗ്രൗണ്ട്. മെറ്റൽ ബോഡിയിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അത് പിന്നെ എങ്ങോട്ടാണ്? ഗ്രൗണ്ടിലേക്ക് പോകുന്നുണ്ട്. If there is a fault and the live wire touches the metal body, the earth wire provides a safe path for the current to flow to the ground. In case എന്തെങ്കിലും ഫോൾട്ട് സംഭവിച്ചു അല്ലെങ്കിൽ ലൈവ് വയർ അല്ലേ നമ്മുടെ ഫേസ് ലൈന് ഈ മെറ്റൽ ബോഡി ആയിട്ട് കണക്ഷൻ വരുവാണെങ്കിൽ, കോണ്ടാക്ട് വരുവാണെന്നുണ്ടെങ്കിൽ അതെന്താണ് സംഭവിക്കുന്നത്? എർത്ത് വയറിൽ കൂടെ സേഫ് ആയിട്ട് ആ കറണ്ട് ഇങ്ങോട്ട് പോകും, ഗ്രൗണ്ടിലേക്ക് പോകും അല്ലേ. ട്രിപ്പിംഗ് ദ സർക്യൂട്ട് ബ്രേക്കർ ഓർ ബ്ലോവിംഗ് ദ ഫ്യൂസ് പ്രിവെന്റിംഗ് ദ ഇലക്ട്രിക് ഷോക്ക്. അല്ലെങ്കിൽ എന്താണ് സർക്യൂട്ടോടെ ബ്രേക്ക് ആവുമോ അല്ലെങ്കിൽ എന്താണ് ഫ്യൂസോടെ ബ്ലോ ആവുകയോ ചെയ്തിട്ട് നമുക്ക് എന്താണ് ഇലക്ട്രിക് ഷോക്കിൽ നിന്ന് നമുക്ക് സേഫ് ആയിട്ട് ഇരിക്കാൻ സാധിക്കും. അങ്ങനെയാണ് 3-pin പ്ലഗ് നമുക്ക് സേഫ്റ്റി എൻഷുർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. Electric shock is the impact caused by the flow of current through the body. What is the first aid to be given in case of electric shock? ഇലക്ട്രിക് ഷോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇല്ലേ, മരണം വരെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ഇലക്ട്രിക് ഷോക്ക് എന്ന് പറഞ്ഞാൽ. ശരീരത്തിലൂടെ കറണ്ട് പ്രയോഗിക്കുന്ന മൂലം ഉണ്ടാകുന്ന ആഘാതമാണ് വൈദ്യാഘാതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈദ്യാഘാതം ഉണ്ടാകുമ്പോൾ നൽകേണ്ട പ്രഥമ ശുശ്രൂഷകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇല്ലേ. അപ്പോൾ ആ പ്രഥമ ശുശ്രൂഷകളെ കുറിച്ച് നമ്മൾ എല്ലാവരും അവെയർ ആയിരിക്കണം ഇല്ലേ. എപ്പം ഏത് സാഹചര്യത്തിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണല്ലേ, അപ്പോൾ അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം എല്ലാവരും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നൽകേണ്ട പ്രഥമ ശുശ്രൂഷകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ബോഡി ഇല്ലേ, നമ്മുടെ ബോഡിനെ എന്താണ് റബ്ബ് ചെയ്യുക ഇല്ല, റബ്ബ് ചെയ്യുക എന്താണ്, എന്നിട്ട് ബ്ലഡ് സർക്കുലേഷൻ വൈദ്യാഘാതം ഏറ്റെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ റബ്ബ് ചെയ്യുക. വൈദ്യാഘാതം ഏറ്റെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ എന്താണ് ആ കോണ്ടാക്ട് എങ്ങനെയും പിടിപ്പിക്കാൻ ശ്രമിക്കുക ഇല്ലേ. പിന്നെ എന്ത് ചെയ്യണം? ബോഡി റബ്ബ് ചെയ്യുക, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ബോഡി ടെമ്പറേച്ചർ ഒക്കെ കൂട്ടാനും വേണ്ടി ബോഡി റബ്ബ് ചെയ്യുക. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. പിന്നെ മസിൽസൊക്കെ ഇല്ലേ, മസിൽസിനൊക്കെ റബ്ബ് ചെയ്തിട്ട് നോർമൽ കണ്ടീഷനിലേക്കൊക്കെ ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതെല്ലാം ചെയ്യേണ്ട എപ്പോഴാണ്? ഇലക്ട്രിസിറ്റിയിൽ നിന്നും കണക്ഷൻ വിടിച്ചതിന് ശേഷം അല്ലെങ്കിൽ എന്താണ് സ്വിച്ച് ഫുൾ പവർ ഓഫ് ആക്കിയതിന് ശേഷം മാത്രമേ ഉള്ള ആളെ കോണ്ടാക്ട് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ആളെ ടച്ച് ചെയ്യാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കും ഷോക്ക് അടിക്കും ഇല്ല. എന്നിട്ട് ഇങ്ങനെയുള്ള പ്രാഥമിക ശുശ്രൂഷകളൊക്കെ നൽകുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് ആൻ AC ജനറേറ്റർ ഈസ് കണ്ടല്ലേ, ഇതേതാണ് കാണുമ്പോൾ അറിയാം. AC ആണല്ലേ. AC എന്തൊക്കെയാണ്? AC DC നമ്മളെ വ്യത്യാസം അറിഞ്ഞിരിക്കണം കേട്ടോ. ഇവിടെ നിന്നാണ് റിങ്സ്, 2 റിങ്സ് ഉണ്ട്, സ്ലിപ്പ് റിങ്സ് ആണ്. അപ്പോഴേ ഐഡന്റിഫൈ ചെയ്തോണം ഇത് AC ആണ്. ഇപ്പം AC തന്നിട്ടില്ലെങ്കിലും ഐഡന്റിഫൈ ചെയ്തോണം കേട്ടോ.
വാട്ട് ഇസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ജനറേറ്റർ? ഇത് AC ജനറേറ്റർ ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഫിഗർ കാണുമ്പോൾ ഐഡന്റിഫൈ ചെയ്തോണം കേട്ടോ. വാട്ട് ഇസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ജനറേറ്റർ? എന്താണ് ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലേ. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ജനറേറ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ്? ഫൈൻഡ് എക്സ് ആൻഡ് വൈ. എക്സും വൈയും ഇല്ല, അതാ നോക്കുക, എക്സ് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വൈ ഇതുണ്ട്. അപ്പൊ എക്സും വൈയും എന്താണെന്നാണ് ചോദിച്ചത്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എന്താണ്? ആർമേച്ചർ അല്ലേ. എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആർമേച്ചർ ആണ്. ഇനി വൈ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? വൈ ഇതാ നോക്കിയതാണ്, റിംഗ് ആണ്. എന്ത് തരത്തിലുള്ള റിംഗ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്? സ്ലിപ്പ് റിംഗ് കേട്ടോ, സ്ലിപ്പ് റിംഗ് ആണ്. ഇനി എന്താണ്? വാട്ട് ചേഞ്ച് ഷുഡ് ബി മെയ്ഡ് ഇൻ ദ സ്ട്രക്ചർ ടു കൺവേർട്ട് AC ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ ഇൻറ്റു DC ഫോർ ദ എക്സ്റ്റേണൽ സർക്യൂട്ട്. അതായത് AC ജനറേറ്ററിന്റെ ചിത്രം നമ്മൾ കണ്ടു അല്ലെ. ആർമേച്ചറിൽ പ്രേരണം ചെയ്യുന്ന ഏതാണ്? AC ആണ്. അപ്പൊ AC-നെ എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് എന്താണ് DC ആക്കി മാറ്റാൻ നമ്മൾ ഘടനയിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് മാറ്റം വരുത്തി വെച്ചാൽ മതി? ഇവിടെ എന്താണ് നമ്മൾ ഉപയോഗിക്കുക? സ്ലിപ്പ് റിംഗ് അല്ലേ. സ്ലിപ്പ് റിംഗിന് പകരം നമ്മൾ ഇവിടെ എന്ത് ഉപയോഗിച്ച് വെച്ചാൽ മതി? സ്പ്ലിറ്റ് റിംഗ് ഉപയോഗിച്ച് വെച്ചാൽ മതി അല്ലേ. അപ്പൊ എന്തായിട്ട് മാറും? എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് DC അവിടെ കൺവേർട്ട് ചെയ്യും അല്ലെ. DC ആയിരിക്കും ലഭിക്കുന്നത്. അപ്പൊ എന്താണ്? എന്ത് യൂസ് ചെയ്യണം? യൂസ് സ്പ്ലിറ്റ് റിംഗ് അല്ലേ. യൂസ് സ്പ്ലിറ്റ് റിംഗ്. എങ്ങനെയാണ്? ഇൻസ്റ്റഡ് അല്ലേ, ഇൻസ്റ്റഡ് ഓഫ് എന്താണ്? ഇൻസ്റ്റഡ് ഓഫ് സ്ലിപ്പ് റിംഗ്. സ്ലിപ്പ് റിംഗിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കണം? സ്പ്ലിറ്റ് റിംഗ് ഉപയോഗിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. AC generated at power stations reaches our home through transmission lines. പവർ സ്റ്റേഷൻ ജനറേറ്റ് ചെയ്യുന്ന AC ആണ് നമ്മൾ പറഞ്ഞു ഇല്ലേ. അത് നമ്മുടെ വീടുകളിലേക്ക് ട്രാൻസ്മിഷൻ ലൈൻസ് വഴി വരുന്നുണ്ട്. ഹൗ ഡസ് എനർജി ലോസ് ഒക്കേഴ്സ് ഇൻ ദിസ് കേസ്? അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് എനർജി ലോസ് അവിടെ ഉണ്ടാകുന്നതെന്നാണ് ചോദിച്ചത്. എനർജി ലോസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് എന്ന് പറയാം അല്ലേ. ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്, ഹീറ്റിന്റെ രൂപത്തിലല്ലേ. ദ ഫോം ഓഫ് ഹീറ്റ്. സജസ്റ്റ് സൊല്യൂഷൻസ് ടു മിനിമൈസ് ദിസ് എനർജി ലോസ്. ഈ എനർജി ലോസ് മിനിമൈസ് ചെയ്യാനുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ്? ലോ റെസിസ്റ്റിവിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിക്കുക. ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂസ് സ്യൂട്ടബിൾ മെറ്റൽ വയർ വിത്ത് ലോ റെസിസ്റ്റിവിറ്റി. ലോ റെസിസ്റ്റിവിറ്റി ഉള്ള മെറ്റൽ വയർ ഉപയോഗിക്കുക. അതുപോലെ തന്നെ എങ്ങനെയാണ്? ഇൻക്രീസ് വോൾട്ടേജ് ആൻഡ് ഡിക്രീസ് കറന്റ് അല്ലേ. അവിടെ നിന്നാണ് പവറിന് ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല. വിത്തൗട്ട് ചേഞ്ച് ഇൻ പവർ അല്ലേ. വിത്തൗട്ട് ചേഞ്ച് ഇൻ പവർ, പവറിന് വിത്തൗട്ട് ചേഞ്ച് ഇൻ പവർ, പവറിന് വ്യത്യാസമൊന്നും ഇല്ലാതെ നമ്മൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്താണ് എനർജി ലോസിനെ മിനിമൈസ് ചെയ്യാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫോമർ ഇസ് എ ഡിവൈസ് ദാറ്റ് വർക്ക്സ് ഓൺ ഏതാണ് പ്രിൻസിപ്പിൾ? മ്യൂച്വൽ ഇൻഡക്ഷൻ കേട്ടോ. ഇതൊക്കെ 1 മാർക്കിനായിട്ട് ചോദിക്കാം കേട്ടോ. ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഐഡന്റിഫൈ ദ ഗിവൺ ട്രാൻസ്ഫോമർ. ഇത് ഏത് തരത്തിലുള്ള ട്രാൻസ്ഫോമർ ആണെന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നമ്പർ ഓഫ് ടേൺസ് വെച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം അല്ലേ. അപ്പൊ താ നോക്കിയേ, സെക്കൻഡറിയും പ്രൈമറിയും കേട്ടോ. പ്രൈമറി സെക്കൻഡറി നോക്കുക. പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്, സെക്കൻഡറിയിലാണ് നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ ഇല്ലേ. ഇത് നമുക്ക് പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി കുറവാണ്, സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് എങ്ങനെയാണ്? കൂടുതലാണ്. അപ്പൊ ഏത് തരത്തിലുള്ള ട്രാൻസ്ഫോമർ ആണിത്? സ്റ്റെപ്പ് അപ്പ് അല്ലേ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് അല്ലേ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. ഐഡന്റിഫൈ ദ ട്രാൻസ്ഫോമർ എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇനി വാട്ട് ആർ ദ സ്ട്രക്ചറൽ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് സ്റ്റെപ്പ് ഡൗൺ? സ്റ്റെപ്പ് അപ്പിന്റെയും സ്റ്റെപ്പ് ഡൗണിന്റെയും സ്ട്രക്ചറിലുള്ള ഡിഫറൻസ്. സ്റ്റെപ്പ് അപ്പിലാണെങ്കിൽ എങ്ങനെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞു നമ്പർ ഓഫ് ടേൺസിന്റെ കാര്യം ഇല്ലേ. നമ്പർ ഓഫ് ടേൺസ് ഇവിടെ എങ്ങനെയായിരിക്കും? സെക്കൻഡറിയിൽ കൂടുതലാണ്, പ്രൈമറിയിൽ കുറവാണ് ഇല്ലേ. ഇനി അതിന്റെ കോമണിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, ആ ഡിഫറൻസ് എഴുതി വെച്ചാൽ മതി. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാ നോക്കുക, തിക്ക് വയേഴ്സ് കേട്ടോ. സ്റ്റെപ്പ് അപ്പിലാണെന്നുണ്ടെങ്കിൽ പ്രൈമറിയിൽ തിക്ക് വയേഴ്സ് ഉപയോഗിക്കും. സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ പ്രൈമറിയിൽ എങ്ങനെയാണ്? തിൻ വയേഴ്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. പിന്നെ നമ്പർ ഓഫ് ടേൺസ്. പ്രൈമറി ഹാസ് ലെസർ നമ്പർ ഓഫ് ടേൺസ് ദാൻ ദ സെക്കൻഡറി ഇല്ലേ. സ്റ്റെപ്പ് അപ്പിന്റെ കേസ് വരുമ്പോൾ പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്, സെക്കൻഡറിയിലാണ് നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ. സ്റ്റെപ്പ് ഡൗണിൽ വരുമ്പോൾ എങ്ങനെയാണ്? സെക്കൻഡറി ഹാസ് ലെസർ നമ്പർ ഓഫ് ടേൺസ്. സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും, പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും. അപ്പോൾ ആ ഡിഫറൻസ്, കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് എഴുതിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എ ട്രാൻസ്ഫോമർ വിത്ത് നോ പവർ ലോസ്. ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ ഓർത്താണ് അവിടെ പവർ ലോസ് ഉണ്ടാകുന്നില്ല കേട്ടോ. ഹാസ് 2000 ടേൺസ് ഇൻ ദ പ്രൈമറി ആൻഡ് 200 ടേൺസ് ഇൻ ദ സെക്കൻഡറി.
If 220 volt and 2 ampere current are supplied to the primary, calculate the power in seconds, calculate the secondary voltage. അല്ലേ? ഇത്തരം കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ആദ്യമേ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എഴുതിയെടുക്കുക കേട്ടോ, വെക്കുക. എന്തൊക്കെയാണ്? നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി NB തന്നിട്ടുണ്ട്, എത്രയാണ്? 2000 ആണ്. ദെൻ സെക്കൻഡറിയിലത്തെ NS തന്നിട്ടുണ്ട്, 200 ആണ് തന്നിട്ടുണ്ട്. പിന്നെന്താണ്? പ്രൈമറിയിലത്തെ വോൾട്ടേജ് VP തന്നിട്ടുണ്ട്, 220 വോൾട്ട് ആണ്. അതുപോലെ തന്നെ പ്രൈമറിയിലത്തെ കറണ്ടും തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ്? 2 ആംപിയർ കറണ്ടും തന്നിട്ടുണ്ട്. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? പവർ, കാൽക്കുലേറ്റ് ദ പവർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ എങ്ങനെയാണ്? ഇൻപുട്ടിലെ പവർ തന്നെയായിരിക്കും ഔട്ട്പുട്ടിലെ പവർ അല്ലേ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് വോൾട്ടേജ് പ്രൈമറിയും തന്നിട്ടുണ്ട്, കറണ്ടും പ്രൈമറിയും തന്നിട്ടുണ്ട്. അപ്പം പവറിൻ പ്രൈമറി കണ്ടുപിടിക്കാമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു VP ഇൻറ്റു IP. പവറിൻ്റെ ഇക്വേഷൻ എന്താണ്? പവർ P ഈസ് ഈക്വൽ ടു V ഇൻറ്റു I എന്നല്ലേ? അപ്പോൾ അവിടെ തന്നിട്ടുണ്ട് 220 ഇൻറ്റു കറണ്ട് എത്രയാണ്? 2 വരും ഇല്ലേ? അപ്പോൾ എത്രയാണ് വരുന്നത്? ദാറ്റ് ഈസ് 440 എന്ന് വരും അല്ലേ? 440 വാട്ട് എന്നാണ് പവർ വരുന്നത്. അത് പ്രൈമറിയിലത്തെ പവർ. ഈ പ്രൈമറിയിലത്തെ പവർ തന്നെ ആയിരിക്കുമല്ലോ എന്താണ് സെക്കൻഡറിയിലത്തെ പവർ എന്ന് പറയുന്നത്. പവർ ലോസ് ഒന്നുമില്ല. അപ്പം പവർ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് സെക്കൻഡറിയിലത്തെ പവറും PS എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് തന്നെയായിരിക്കും? 440 വാട്ട് തന്നെയായിരിക്കും. ഇനി അടുത്ത എന്താണ് ചോദിച്ചിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ സെക്കൻഡറി വോൾട്ടേജ് അല്ലേ? സെക്കൻഡറി വോൾട്ടേജ് അതായത് VS കണ്ടുപിടിക്കണം. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. നമ്പർ ഓഫ് ടേൺസ് അല്ലേ? നമുക്ക് ഇക്വേഷൻ എങ്ങനെയാണ്? VS ബൈ VP ഈസ് ഈക്വൽ ടു NS ബൈ NB എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ദെൻ അതിൽ നിന്ന് നമുക്ക് എന്താണ്? VSയിലേക്കല്ലേ വേണ്ടത്. അപ്പോൾ നമുക്ക് VSയിലേക്ക് ഇക്വേഷൻ മാറ്റാം. VS ഈസ് ഈക്വൽ ടു VS അവിടെ നിർത്തുക. VP NS ഡിവൈഡഡ് ബൈ NB ഇല്ലേ? വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. VP എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 220 ആണ് കേട്ടോ, 220 ആണ്. NS എന്ന് പറഞ്ഞാൽ എത്രയാണ്? 200 ആണ് അല്ലേ? 200 ആണ് തന്നിരിക്കുന്നത്. ദെൻ അതുപോലെ NB എത്രയാണ്? 2000 ആണ്. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നൊക്കെ നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാം. ഇതും പോയി 2ഉം എല്ലാം പോയി. പിന്നെ എത്രയാണ് വരുന്നത്? 22 ഇല്ലേ? 22 വോൾട്ടാണ് സെക്കൻഡറിയിലത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? സെക്കൻഡറി വോൾട്ടേജ് 22 വോൾട്ട് എന്ന് കിട്ടി. പ്രൈമറിയിലത്തെ വോൾട്ടേജ് 220 ആണ്. അപ്പം ഇതിൽ നമുക്ക് ഏത് ട്രാൻസ്ഫോമറാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂലേ? പ്രൈമറിയിലത്തെ വോൾട്ടേജ് ആണ് കൂടുതൽ, സെക്കൻഡറിയിലത്തെ വോൾട്ടേജ് കുറവാണ്. ഇപ്പോൾ ഏത് തരത്തിലുള്ള ട്രാൻസ്ഫോമർ ആയിരിക്കും? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. എന്താണേലും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ട് ആൻസർ നോക്കുക. ഓരോരോ കാര്യങ്ങൾ നോക്കിയിട്ട് അത് മാക്സിമം ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പലതരത്തിലുള്ള ചോദിക്കുക. അതൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. എന്താണ്? എ ട്രാൻസ്ഫോമർ ഹാസ് 200 ടേൺസ് ഇൻ ദ പ്രൈമറി ആൻഡ് 800 ടേൺസ് ഇൻ ദ സെക്കൻഡറി ഇഫ് ദ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് 220 വോൾട്ട്. കേട്ടോ, ഇൻപുട്ട് വോൾട്ടേജ് 220 വോൾട്ട് ആണ്. കാൽക്കുലേറ്റ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് എ ട്രാൻസ്ഫോമർ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എഴുതാം കേട്ടോ. തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? പ്രൈമറിയിലത്തെ അല്ലേ? പ്രൈമറിയിലത്തെ നമ്പർ ഓഫ് ടേൺസ് അല്ല തന്നിരിക്കുന്നത്. അതായത് NP തന്നിട്ടുണ്ട്. NP എത്രയാണ്? 200 ടേൺസ് ആണ് NP എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സെക്കൻഡറി NS എന്ന് പറഞ്ഞാൽ എത്രയാണ്? 800 അല്ലേ? 800 ടേൺസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൈമറിയിലത്തെ വോൾട്ടേജ് ആണ് കേട്ടോ. അതൊക്കെ മനസ്സിലാക്കി. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രൈമറിയിലത്തെ ആണ്. അത് എത്രയാണ്? 220 വോൾട്ട് തന്നിട്ടുണ്ട് ഇല്ലേ? ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കുക. ഔട്ട്പുട്ട് ഏതാണ്? സെക്കൻഡറി ആണ്. അപ്പം VS ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പം നമ്മൾ മുമ്പേ കണ്ട ഇക്വേഷൻ തന്നെ VS ബൈ VP ഈസ് ഈക്വൽ ടു NS ബൈ NB. അവിടുത്തെ ഇക്വേഷൻ ഏതാണ്? VS ആണ് വരുന്നത്. VS ഈസ് ഈക്വൽ ടു VP ഇൻറ്റു NS ഡിവൈഡഡ് ബൈ NB എന്ന് എടുക്കാം. അപ്പോൾ VP എത്രയാണ് വരുന്നത്? VP എന്ന് വെച്ചാൽ 220, NS എന്ന് വെച്ചാൽ എത്രയാണ്? 800, NB എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? 200 അല്ലേ? അപ്പോൾ ക്യാൻസൽ ചെയ്യാം. ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോവും. ഇവിടെ എത്ര വരും? 4 വരും ഇല്ലേ? ദെൻ 220 ഇൻറ്റു 4 എന്ന് വരും ഇല്ലേ? അപ്പോൾ എത്രയാണ് വരുന്നത്? 880 വോൾട്ട് എന്ന് വരും. 880 വോൾട്ട് ആണ് വരുന്നത്. അതായത് സെക്കൻഡറിയിലത്തെ വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ്? 880 വോൾട്ട് ആണ്. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഐഡന്റിഫൈ ദ ട്രാൻസ്ഫോമർ എന്നാണ് ചോദിക്കുന്നത്. അതവിടെ നോക്കിയേ. ഇൻപുട്ടിലെ വോൾട്ടേജ് എത്രയാണ്? 220 ആണ്. ഔട്ട്പുട്ടിലെ വോൾട്ടേജ് 880 അല്ലേ വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതാണ് നമുക്ക് വോൾട്ടേജ് ഇങ്ങനെ വേണമെങ്കിൽ വോൾട്ടേജ് ഔട്ട്പുട്ടിലെ കൂടുതലാണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. നമ്പർ ഓഫ് ടേൺസ് എവിടെയാണ് കൂടുതൽ? സെക്കൻഡറിയിലാണ് നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ, പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്
അല്ലേ? അപ്പോൾ ഏത് തരത്തിലുള്ള ട്രാൻസ്ഫോമർ ആണ്? ഏതേലും കണ്ടീഷൻ എടുക്കോട്ടെ, ഏത് തരത്തിലുള്ള ട്രാൻസ്ഫോമർ ആണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, അല്ലേ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. മനസ്സിലായല്ലോ? അപ്പം കൃത്യമായിട്ട് എഴുതുക കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. എന്താണ്? ഒരു ഡയഗ്രമാണ്. എന്തിന്റെ ഡയഗ്രമാണിത്? 3 പിൻ പ്ലഗിന്റെ, അല്ലേ? 3 പിൻ പ്ലഗിന്റെ ഡയഗ്രമാണ്. സോക്കറ്റ് ഉണ്ട്, 3 പിൻ പ്ലഗിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. Where should the earth line marked with the letter E be attached to the appliance? അതായത് ഇവിടെ എർത്ത് ലൈൻ ഉണ്ടല്ലോ, എർത്ത് ലൈൻ നമുക്കറിയാം ഇ വെച്ചിട്ട് ഇതുണ്ടല്ലേ, ഇ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം അത് എവിടെയാണ്, അപ്ലയൻസിന്റെ എവിടെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്? മെറ്റൽ ബോഡി, അല്ലേ? അറ്റാച്ച്ഡ് ടു ദ മെറ്റൽ ബോഡി എന്ന് എഴുതാം, അല്ലെ? മെറ്റൽ ബോഡി ഓഫ് ദ അപ്ലയൻസ്, അപ്ലയൻസിന്റെ മെറ്റൽ ബോഡിയിൽ, മെറ്റൽ ബോഡി ഓഫ് ദി അപ്ലയൻസ്, അപ്ലയൻസിന്റെ മെറ്റൽ ബോഡിയിലാണ് കണക്ട് ചെയ്യേണ്ടത്. എക്സ്പ്ലെയിൻ ഹൗ ദ 3 പിൻ എൻഷ്യൂർ സേഫ്റ്റി. 3 പിൻ എങ്ങനെയാണ് സേഫ്റ്റി തരുന്നത് എന്നുള്ളത്, ഇല്ല? നമ്മൾ മുമ്പേ കണ്ടായിരുന്നല്ലോ, ഇതിന്റെ ആൻസർ മുമ്പേ കണ്ടായിരുന്നു കേട്ടോ. അടുത്ത പിൻ കണക്ട്സ് ആൻ അപ്ലയൻസ് മെറ്റൽ ബോഡി ടു ദ ഗ്രൗണ്ട്. ഇത് ഫോൾട്ട് ഒക്കേഴ്സ് when the live wires, നേരത്തെ കണ്ട ആൻസർ തന്നെ കേട്ടോ. ടച്ചസ് എ മെറ്റൽ ബോഡി. എർത്ത് വയർ പ്രൊവൈഡ്സ് എ സേഫ് പാത്ത് ഫോർ കറന്റ് ടു ഫ്ലോ ടു ദ ഗ്രൗണ്ട്. ട്രിപ്പിംഗ് ദ സർക്യൂട്ട് ബ്രേക്കർ ഓർ ബ്ലോയിങ് ഫ്യൂസ് പ്രിവെന്റിങ് ഇലക്ട്രിക് ഷോക്ക്. നേരത്തെ ഇതേ ആൻസർ തന്നെ കൊണ്ടാണ് കേട്ടോ. അപ്പം എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. കൃത്യമായിട്ട് മനസ്സിലാക്കി എഴുതി തന്നെ പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡയഗ്രാം ഓഫ് എ ഡി സി ജനറേറ്റർ ഗിവൺ ബിലോ. ഡി സി ജനറേറ്ററിന്റെ ഡയഗ്രാം ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഡി സിയും തന്നിട്ടില്ലെങ്കിലും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങും കേട്ടോ. റിങ്സ് നോക്കിയിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ താൻ നോക്കിയാൽ സ്പ്ലിറ്റ് റിംഗ് ആണല്ലേ, സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന റിംഗ് ആണ്. അപ്പോൾ ഇതാണ് ഡി സി ആണ്. ഇനി റൈറ്റ് ദ എനർജി ചെയിൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ജനറേറ്റർ. ഈ ജനറേറ്ററിൽ നടക്കുന്ന എനർജി ചേഞ്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എനർജി ചേഞ്ച് ഏതാണ് സംഭവിക്കുന്നത്? നമ്മൾ ജനറേറ്ററാണ്. ജനറേറ്ററിൽ എന്താണ്? മെക്കാനിക്കൽ എനർജി അല്ലേ? മെക്കാനിക്കൽ എനർജി എന്തായിട്ട് മാറുന്നുണ്ട്? ഇലക്ട്രിക് എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ. മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക് എനർജി ആയിട്ട് മാറുന്നു. ഇനി ഡ്രോ എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഗിവൺ ജനറേറ്റർ. ജനറേറ്റർ ഡി സി അല്ലേ? അപ്പോൾ ഡി സിയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റിയുടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ 3 പഠിക്കേണ്ടതാണ് കേട്ടോ. എ സി, ഡി സി, ബാറ്ററി കേട്ടോ. അത് 3 പഠിച്ചോണം. അപ്പോൾ ഡി സിയിൽ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? ഡി സിയിൽ ഇതാ ഇങ്ങനെ കേട്ടോ. ഡി സിയിൽ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി എങ്ങനെയാണ്? ഇതാ ഈ രൂപത്തിലാണ് കേട്ടോ ജനറേറ്റ് ചെയ്യുന്നത്. വരച്ചോണം കേട്ടോ. നമ്മൾ എക്സ് ആക്സിൽ ടൈമാണ്, വൈ ആക്സിസിൽ വോൾട്ടേജ് ആണ് എടുക്കുന്നത് കേട്ടോ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. എ സി ആണെങ്കിൽ ഇങ്ങനെ താഴോട്ടും വരും. ഇനി സി എന്താണ്? വാട്ട് ടൈപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി വിൽ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സർക്യൂട്ട് ഇഫ് ദ ആർമേച്ചർ ഓഫ് ദിസ് ജനറേറ്റർ ഈസ് സ്റ്റേഷനറി ആൻഡ് ദ ഫീൽഡ് മാഗ്നറ്റ് റൊട്ടേറ്റ്. ഫീൽഡ് മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു, ആർമേച്ചർ സ്റ്റേഷനറി ആക്കി. ഇപ്പം ഇതിൻ്റെയൊക്കെ കേസ് എങ്ങനെയാണ്? ആർമേച്ചർ അല്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇവിടെ ആർമേച്ചർ സ്റ്റേഷനറി ആക്കി വെച്ചുകൊണ്ട് ഫീൽഡ് മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റി ഏതാണ്? എ സി ആണ് അല്ലേ? എ സി ആണ് ജനറേറ്റ് ചെയ്യുന്നത്. കാരണം എന്താണ്? സ്പ്ലിറ്റ് റിങ്സിന്റെ പൊസിഷൻ ഇവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പം അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഏതാണ്? എ സി ആണ്. ഇതാ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എ സി ആണ്. സിൻസ് ദ പൊസിഷൻ ഓഫ് ദ സ്പ്ലിറ്റ് റിംഗ് ഡു നോട്ട് ചേഞ്ച് ഈച്ച് അതർ, ദ സെയിം എ സി ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ ഈസ് ഒബ്റ്റൈൻഡ് ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട്. എക്സ്റ്റേണൽ സർക്യൂട്ടിൽ എ സി ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി കറന്റ്സ് ഓഫ് എ ട്രാൻസ്ഫോമർ ആർ 2 ആംപിയർ ആൻഡ് 6 ആംപിയർ റെസ്പെക്റ്റീവ്ലി. പ്രൈമറി ആൻഡ് സെക്കൻഡറി കറന്റ് ആണ് തന്നിരിക്കുന്നത്. ഇറ്റ്സ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് 120 വോൾട്ട്. ദെൻ which type of transformer is what will be the power in the primary? Find the number of turns in secondary. The primary has 300 turns. കേട്ടോ. തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യമേ എടുത്തെഴുതുക കേട്ടോ. ഇപ്പം പ്രൈമറി ആൻഡ് സെക്കൻഡറി കറന്റ് തന്നിട്ടുണ്ട്. അതായത് പ്രൈമറി കറന്റ് എന്ന് പറയുമ്പോൾ ഐ പി ഇല്ലേ? ഐ പി എത്രയാണ്? 2 ആംപിയർ ആണ്. സെക്കൻഡറി കറന്റ് ഐ എസ് എത്രയാണ്? 6 ആംപിയർ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് അതായത് വി എസ് അല്ലെ? സെക്കൻഡറിയിലത്തെ വോൾട്ടേജ് എത്രയാണ്? 120 വോൾട്ട് എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏത് തരത്തിലുള്ള ട്രാൻസ്ഫോമർ ആണെന്നല്ലേ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാ നോക്കിയ കറണ്ടിന്റെ കേസ് വെച്ച് നമുക്ക് പറയാൻ പറ്റുമല്ലോ ഏത് തരത്തിലുള്ള ട്രാൻസ്ഫോമർ ആണ്. ഇവിടെ നിന്ന് നോക്കുക, കറണ്ട് ഇൻ സെക്കൻഡറി അല്ലേ കൂടുതലേ? കറണ്ട് ഇൻ സെക്കൻഡറി കൂടുതലാണ്. സെക്കൻഡറിയിലെ കറണ്ട് ആണ് കൂടുതൽ. സെക്കൻഡറിയിലെ കറണ്ട് കൂടുതലാവുകയാണെന്നുള്ളത് ഏത് തരത്തിലുള്ള ട്രാൻസ്ഫോമർ ആയിരിക്കും? സ്റ്റെപ്പ് ഏതാണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും ഇല്ലേ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. എന്താണ്? സെക്കൻഡറിയിൽ കറണ്ട് കൂടുതലായിരിക്കുമ്പോൾ. ഇനി വാട്ട് വിൽ ബി ദ പവർ ഇൻ ദ പ്രൈമറി? പ്രൈമറിയിലത്തെ പവർ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റൻ ഏതാണ്? പവർ ഇൻ പ്രൈമറി വോൾട്ടേജ് ഇൻ പ്രൈമറി ഇൻറ്റു കറണ്ട് ഇൻ പ്രൈമറി ഇല്ലേ?
ഇതാണ്. അപ്പൊ ഇതാണല്ലോ പ്രൈമറിയിലത്തെ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഇത് എന്തിനോട് ഈക്വൽ ആണ്? വി എസ് ഇൻറ്റു ഐ എസിനോട് ഈക്വൽ ആണ് അല്ലേ? അപ്പൊ ഇവിടെ ഓൾറെഡി വി എസ് തന്നിട്ടുണ്ട്, ഐ എസും തന്നിട്ടുണ്ടല്ലോ. അപ്പൊ അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. വി എസ് എത്രയാണ്? 120. ഐ എസ് എത്രയാണ് വന്നിരിക്കുന്നത്? 6 ആണ്. അപ്പൊ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 720 വാട്ട് എന്ന് വരും ഇല്ലേ? സെക്കൻഡറിയിലത്തെ പവർ തന്നെയാണ് പ്രൈമറിയിലത്തെ പവർ എന്ന് പറഞ്ഞപ്പം 720 വാട്ട്. Then next എന്താണ്? Find the number of turns in the secondary if the primary has 300 turns. പ്രൈമറിയിൽ അല്ലേ 300 ടേൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. ഇക്വേഷൻ ഏതാണ്? നമ്മുടെ ജനറൽ ഇക്വേഷൻ, അതായത് വി എസ് ബൈ വി പി ഇസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. ഇതാണ് ഇക്വേഷൻ. അതിലെ എൻ എസ് ആണ് വേണം, എൻ എസിനെ അവിടെ നിർത്തുക. അപ്പം എങ്ങനെ ഒരു ഇക്വേഷൻ? എൻ എസിനെ അവിടെ നിർത്തി കഴിയുമ്പോൾ എന്താണ്? വി എസ് ഇൻറ്റു എൻ പി ഇല്ലേ ഡിവൈഡഡ് ബൈ എങ്ങനെ വരും? വി പി എന്ന് വരും ഇല്ലേ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. പക്ഷെ ഇവിടെ നോക്കിയേ, വി എസ് ഇവിടെ ഉണ്ട് ഇല്ലേ? വി എസ് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, വി എസ് ഉണ്ട്, എൻ പിയും ഇവിടെ തന്നിട്ടുണ്ട്. പക്ഷേ എന്താണ്? വി പി ഉണ്ടോ ഇവിടെ? വി പി തന്നിട്ടില്ല. അപ്പം നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം? വി പി നമുക്ക് കണ്ടുപിടിക്കണം ഇല്ലേ? വി പി കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാണ്? നമുക്ക് അതായത് വോൾട്ടേജ് ഇൻ പ്രൈമറിയിലത്തെ നമ്മൾ കണ്ടുപിടിക്കണം ഇല്ലേ? അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. എന്താണ്? പ്രൈമറിയിലത്തെ പവറും സെക്കൻഡറിയിലത്തെ പവറും ഈക്വൽ ആണെന്നറിയാം ഇല്ലേ? അപ്പം പ്രൈമറിയിലത്തെ പവറിനെ നമുക്ക് എങ്ങനെയാണ് എഴുതുന്നത്? വി പി ഇൻറ്റു ഐ പി എന്ന് എഴുതാമല്ലോ. വി പി ഇൻറ്റു ഐ പി ഈസ് ഈക്വൽ ടു സെക്കൻഡറിയിലത്തെ പവർ എന്ന് പറഞ്ഞാൽ വി എസ് ഇൻറ്റു ഐ എസ് ആണ്, നമുക്കറിയാം. മനസ്സിലായല്ലോ? അതിൽ നമുക്ക് വി പി കണ്ടുപിടിക്കാൻ മേലെ. വി പി ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? ബി എസ് ഐ എസ് ഡിവൈഡ് ബൈ ഐ പി. ഇത് ഉപയോഗിച്ച് നമുക്ക് വി പി കണ്ടുപിടിക്കാം ഇല്ലേ? ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. വി എസ് എത്രയാണ്? 120 ആണ്. ഐ എസ് എത്രയാണ്? 6 ആണ്. ഐ പി എത്രയാണ്? 2 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോവും. ഇവിടെ 3 വരും. ദെൻ 120 ഇൻറ്റു 3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 360 വോൾട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? വി പി അല്ലേ? വി പി കിട്ടി. ഇനി നമുക്ക് ആ ഇക്വേഷൻ ഉള്ളത് ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. അതായത് എൻ എസ് ഇസ് ഈക്വൽ ടു വി എസ് എൻ പി ഡിവൈഡ് ബൈ വി പി അല്ലേ? അപ്പോൾ വി എസ് എത്രയാണ്? 120 ആണ്. എൻ പി എത്രയാണ്? 300 ആണ്. വി പി ഇവിടെ എത്ര വന്നു? 360 വന്നു. ഓക്കെ ആണല്ലോ. ക്യാൻസൽ ചെയ്യാം ഇല്ലേ? അതാ 0 ആദ്യമേ പോയിട്ടുണ്ട്. പിന്നെ ബാക്കി അല്ലേ? പിന്നെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നവർ ക്യാൻസൽ ചെയ്യാം കേട്ടോ. അതാ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 10 വരും. അതേ ഇവിടെ എത്രയാണ് വരുന്നത്? 12 വരും. ഈ 12ഉം ഇവിടെ ക്യാൻസൽ ആയിട്ട് പോകുമ്പം ഇവിടെ എന്താണ്? 10 വരും. പിന്നെ ഇപ്പം എത്ര ആൻസർ വരുന്നത്? 10 ഇൻറ്റു 10 എന്ന് വരുമ്പോൾ എത്രയാണ്? 100 വരും അല്ലേ? 100 ടേൺസ് കേട്ടോ. നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പം 100 ടേൺസ് എന്ന് വന്നു. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളിവിടെ ആദ്യം എന്താണ്? നമ്മുടെ ഇക്വേഷൻ നോക്കുക. എന്നിട്ട് ഇല്ലാത്ത ഏതാണ് നമ്മൾ പിന്നെ അത് കണ്ടുപിടിക്കണം കേട്ടോ. അതും കൂടെ നോക്കിയിട്ട് വേണം ചെയ്യാവുള്ളൂ. ഓക്കെ ആണല്ലോ. വേറെ പറഞ്ഞിരിക്കുന്ന ഹിന്റ് ഇവിടെ നമുക്കറിയാം. പ്രൈമറിയിലത്തെ സെക്കൻഡറിയിലത്തെ കാര്യങ്ങൾ അല്ലേ? അതായത് പവർ ഈക്വൽ ആണ് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡയഗ്രാം ഓഫ് എ സർക്യൂട്ട് മെയ്ഡ് യൂസിങ് 9 വോൾട്ട് ഡി സി സോഴ്സ് കേട്ടോ. ഒരു 9 വോൾട്ട് ഇവിടെ 9 വോൾട്ട് ഡി സി സോഴ്സ് ഉപയോഗിച്ചിട്ടാണ് സർക്യൂട്ട് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ എന്തുണ്ട്? ഒരു സ്വിച്ച് ഉണ്ട്, ഗാൽവനോമീറ്റർ ഉണ്ട്, അതുപോലെ കോയിൽസ് ഇവിടെ ഉണ്ട്. റൈറ്റ് എനി 2 ways ടു മേക്ക് ദ ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലക്റ്റ്. ഈ ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഏതെങ്കിലും 2 മെത്തേഡ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ പറയാൻ 2 മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യും, ഓഫ് ചെയ്യുക. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ ചെയ്യും. ഓഫ് ചെയ്യുമ്പോൾ എന്താണ്? ഡിഫ്ലക്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വൈൽ ദ സ്വിച്ച് ടേൺഡ് ഓൺ ഓർ ഓഫ് എന്ന് പറയാം അല്ലേ? വൈൽ ദ സ്വിച്ച് കേട്ടോ. വൈൽ ദ സ്വിച്ച് ടേൺ ഓൺ ചെയ്യും. ഒരു കണ്ടീഷൻ, വൈൽ ദ സ്വിച്ച് ടേൺഡ് ഓൺ എന്ന് പറയാം. അതൊരു സിറ്റുവേഷൻ. അതുപോലെ തന്നെ അടുത്ത സിറ്റുവേഷൻ എന്താണ്? വൈൽ ദ സ്വിച്ച് ടേൺഡ് എന്താണ്? ഓഫ് എന്ന് പറയാം. അപ്പം ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് എഴുതാം കേട്ടോ. വൈൽ ദ സ്വിച്ച് ടേൺഡ് ഓൺ ആൻഡ് ഓഫ് എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ അതാണ് 2 സിറ്റുവേഷൻസ്. ദെൻ വാട്ട് ഇസ് എ ഫിനോമിനൻ കോൾഡ്? ഈ ഫിനോമിനൻ എന്താണ് പറയുന്നത്? 2 കോയിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഫിനോമിനൻ എന്താണ് പറയുന്നത്? മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലേ? മ്യൂച്വൽ ഇൻഡക്ഷൻ 2 കോയിലല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിന് പറയുന്ന പേരെന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നാണ് ഇതിന് പറയുന്നത്. ഇനി വാട്ട് ചേഞ്ച് ആർ നീഡഡ് ഫോർ കണ്ടിന്യൂസ് ഡിഫ്ലക്ഷൻ? ഇവിടെ കണ്ടിന്യൂസ് ഡിഫ്ലക്ഷൻ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചേഞ്ച് ചെയ്യണം? ഇതിവിടെ മാറ്റി വെച്ച് എന്താക്കി മാറ്റണം? AC കൊടുക്കണം ഇല്ലേ? സപ്ലൈ AC എന്ന് പറയാം ഇല്ലേ? അപ്പം സിയുടെ ആൻസർ ഞാൻ ഇവിടെ എഴുതാം. സപ്ലൈ അല്ലേ? സപ്ലൈ
AC ഇൻസ്റ്റഡ് ഓഫ് അല്ലേ, ഇൻസ്റ്റഡ് ഓഫ് എന്താണ് ഇൻസ്റ്റഡ് ഓഫ് DC. എവിടെയാണ് പ്രൈമറിയിലോ കേട്ടോ, ഇൻസ്റ്റഡ് ഓഫ് DC. ഇനി എന്താണ് നെയിം എ ഡിവൈസ് ദാറ്റ് വർക്ക്സ് ഓൺ ദിസ് പ്രിൻസിപ്പിൾ, അതായത് മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ല പ്രിൻസിപ്പിൾ. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസ് ഏതാണ് ഡിവൈസ്? നമ്മുടെ ട്രാൻസ്ഫോമർ അല്ലേ, ട്രാൻസ്ഫോമർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. When electricity is transported from a power station to distant location through transmission lines, energy is lost as heat. How can this energy loss minimized? Which device helps in varying voltage without loss power? Explain the working principle of this device. നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞല്ലോ ട്രാൻസ്മിഷൻ ലോസ് ഇല്ല, അതിനെ നമുക്ക് എങ്ങനെ മിനിമൈസ് ചെയ്യാം, ഏത് ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് എന്താണ് പവർ ലോസ് ഒന്നും ഇല്ലാതെ വോൾട്ടേജിനെ വേരി ചെയ്യുന്നത്, വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലേ. ഏതാണ്, എങ്ങനെയാണ് മിനിമൈസ് ചെയ്യുന്നത്? വോൾട്ടേജ് കൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂസ് സ്യൂട്ടബിൾ മെറ്റൽ വെയർ വിത്ത് ലോ റെസിസ്റ്റിവിറ്റി. അതുപോലെ തന്നെ ഇൻക്രീസ് ദ വോൾട്ടേജ് ആൻഡ് ഡിക്രീസ് കറന്റ് വിത്തൗട്ട് ചേഞ്ചിങ് ദ പവർ. ഏത് ഡിവൈസ് ആണ് അതിന് ഉപയോഗിക്കുന്നത്? ട്രാൻസ്ഫോമർ അല്ലേ, ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ വോൾട്ടേജ് കൂട്ടുന്നത് അല്ലേ. ദെൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണ്? മ്യൂച്വൽ ഇൻഡക്ഷനുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. In physics class, a child suggested that it is possible to generate AC electricity without changing the structure of a DC generator. ഫിസിക്സ് ക്ലാസ്സിൽ ഒരു കുട്ടി പറയുകയാണ്, എന്താണ് കുട്ടി പറഞ്ഞിരിക്കുന്നത്? DC ജനറേറ്ററിന്റെ ഘടന കേട്ടോ, DC ജനറേറ്ററിന്റെ സ്ട്രക്ചറിൽ മാറ്റം വരുത്താതെ തന്നെ AC വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നാണ് കുട്ടി പറഞ്ഞത്. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതിന്റെ ജസ്റ്റിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്ലെ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ സ്പ്ലിറ്ററിംഗ് ഇൻ എ DC ജനറേറ്റർ? DC ജനറേറ്ററിൽ സ്പ്ലിറ്ററിംഗിന്റെ ഫംഗ്ഷൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ വേസ് ടു ഗെറ്റ് ദ എനർജി നീഡഡ് ടു വർക്ക് ദ ജനറേറ്റർ ഇൻ പവർ സ്റ്റേഷൻസ്? പവർ സ്റ്റേഷനിൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജം ലഭിക്കുന്ന മാർഗങ്ങൾ ഏതെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡിസിയുടെ സ്ട്രക്ചറിൽ മാറ്റം വരുത്താതെ AC ജനറേറ്റ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇല്ലേ, ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? എഗ്രി ചെയ്യാം ഇല്ലേ, കാരണം എന്താണ് DC ജനറേറ്ററിന്റെ ആർമേച്ചറിനെ നമുക്ക് എന്ത് ചെയ്താം? ആർമേച്ചറിനെ നിശ്ചലമാക്കി വെച്ചിട്ടുള്ള ആർമേച്ചറിനെ നമുക്ക് നിശ്ചലമാക്കി വെച്ചുകൊണ്ട് മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നുണ്ട്? AC കിട്ടുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ അതുപോലെ തന്നെ എന്താണ് വാട്ട് ഇസ് എ ഫംഗ്ഷൻ ഓഫ് സ്പ്ലിറ്ററിംഗിന്റെ ഫംഗ്ഷൻ എഴുതുക. പിന്നെ പവർ സ്റ്റേഷനിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന ഏതൊക്കെ മാർഗത്തിലൂടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാ നോക്ക്, എസ് എഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ആർമേച്ചർ ഓഫ് DC ജനറേറ്റർ ഈസ് സ്റ്റേഷനറി ആൻഡ് ദ ഫീൽഡ് മാഗ്നറ്റ് ഈസ് റൊട്ടേറ്റഡ്. AC വിൽ ബി ഒബ്റ്റൈൻഡ് ഇൻ ദ ഔട്ട്പുട്ട്. ഇനി സ്പ്ലിറ്ററിംഗിന്റെ ഫംഗ്ഷൻ കേട്ടോ. സ്പ്ലിറ്ററിംഗ് എങ്ങനെയാണ്? കൺവേർട്ട് AC ടു DC ബൈ റിവേഴ്സിംഗ് ദ കറണ്ട് ഡയറക്ഷൻ എവരി ഹാഫ് സൈക്കിൾ. ഓരോ ഹാഫ് സൈക്കിളിലും കറണ്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് റിവേഴ്സ് ചെയ്തുകൊണ്ട് നമ്മൾ AC-നെ DC ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ പവർ സ്റ്റേഷൻ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ഏതൊക്കെ തരത്തിലുള്ള ഇലക്ട്രിസിറ്റിയാണ് ജനറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ മാർഗങ്ങളുടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. തെർമൽ എനർജി അല്ലേ, ന്യൂക്ലിയർ എനർജി, ഹൈഡ്രോ ഇലക്ട്രിക് എനർജി അല്ലേ, ഈ രീതിയിലൊക്കെ നമുക്ക് പവർ സ്റ്റേഷനിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളാണ്. ഇതേ ഫോർമാറ്റിൽ അല്ലെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കാം. നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, പ്രോബ്ലംസ് ഒക്കെ എഴുതി പഠിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതി എടുത്തിട്ട് തന്നെ ചെയ്ത് നോക്കുക. പ്രോബ്ലംസ് ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആൻസേഴ്സ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരമായെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എഴുതി പഠിക്കുക, മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഓരോ ചാപ്റ്ററിനും ചെയ്തിട്ടുള്ളത് എല്ലാവരും കാണുക. ഓരോ ചാപ്റ്ററിനെയും പ്ലേലിസ്റ്റിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്, അതൊക്കെ ചെക്ക് ചെയ്ത് കാണുക, കണ്ട് നല്ലോണം പഠിച്ച് എക്സാം എഴുതുക കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.